ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ യാത്ര നാട്ടിലേക്കാണ്. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എമിറേറ്റ്സിലാണ് യാത്ര ചെയ്യുന്നത്. നേരെ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ആദ്യം എയർപോർട്ടിൽ വന്ന് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഗേറ്റിൽ വന്നിരുന്നു. പിന്നെ നേരെ ഫ്ലൈറ്റിലേക്ക്. എമിറേറ്റ്സിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റ് തന്നെയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഏറ്റവും പുറകുവശത്തുള്ള സീറ്റാണ് എനിക്ക് കിട്ടിയിരുന്നത്. അത് കാരണം കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. കാരണം ബാക്കിലുള്ള സീറ്റിലുള്ള ആൾക്കാരെയാണ് ആദ്യം അവർ കയറ്റുക. അങ്ങനെ കുറേ നേരം അവിടെ കാത്തിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ഷനൊക്കെ അവർ ഈ ഡിസ്പ്ലേയിലാണ് കാണിക്കുക. നമ്മുടെ എക്സ്പ്രസ്സിനകത്തൊക്കെ ഉള്ള കണക്ക് എയർ ഹോസ്റ്റസ്മാരല്ല കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ സ്ക്രീനിൽ തന്നെ ഈ ഫ്ലൈറ്റിലുള്ള ഇത് കാണാനൊക്കെ ക്യാമറയിൽ. പിന്നെ കുറച്ച് നേരം ഞാനൊരു സിനിമ ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മലയാളം മൂവിയാണ് കണ്ടത്. അപ്പോൾ തന്നെ ഫുഡ് എത്തി. ഞാൻ ഓർഡർ ചെയ്തത് വെജായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കാരണം ദോശയും സാമ്പാറും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ഒരു പുഡിങ്, പിന്നെ ബണ്ണ്, കേക്ക്, ചായ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ബാംഗ്ലൂരിൻ്റെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. നേരം വെളുപ്പിനുള്ള ഫ്ലൈറ്റായിരുന്നു. നമുക്ക് ഈ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് തന്നെ കാണാം പുറത്തെ ക്യാമറയും. ഈ വിൻഡോ സീറ്റ് ഇല്ലാത്തവർക്ക് ഇതിൻ്റെ സ്ക്രീനിലിരുന്ന് കാണാനൊക്കെ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഭയങ്കര കരച്ചിലായിരുന്നു അതിനകത്ത്. അങ്ങനെ ഈ ഒരു സ്ക്രീനിനകത്തിരുന്ന് താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ലാൻഡ് ചെയ്തിട്ട് പിന്നെ മലയാളിയുടെ സ്വഭാവം അറിയാമല്ലോ, മലയാളി ആയാലും ബാംഗ്ലൂർക്കാരായാലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അപ്പം തന്നെ ചാടി എണീക്കും. അങ്ങനെ നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് കടന്നു. ബാംഗ്ലൂർ എയർപോർട്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രസമാണ്. അങ്ങനെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ ബസ് പിടിച്ചു, സിറ്റി ബസ്. ഞാൻ നാട്ടിലേക്ക് ബസ്സാണ് എടുത്തത്. അപ്പം ആ ബസ് പിടിക്കണമെങ്കിൽ മെജസ്റ്റിക്ക് വരണമായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് 290 രൂപ കൊടുത്തപ്പോൾ നമുക്ക് മെജസ്റ്റിക്കിലേക്കുള്ളൊരു ബസ് കിട്ടി. ലോ ഫ്ലോർ ബസ്സായിരുന്നു. തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ എടുത്തു ഞാൻ മജസ്റ്റിക്കിലെത്താനായിട്ട്. പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ പണ്ട് പോയിട്ടുള്ളതാണ് 2008-ലൊക്കെ. അപ്പം വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ കാണുമ്പോൾ ഒരു പുതുമയൊക്കെ ഉണ്ടായിരുന്നു. റോഡരികിൽ കച്ചവടക്കാരും ഒക്കെ നമ്മൾ പെട്ടെന്ന് അവിടെ എത്തുമ്പോഴുള്ള ഒരു കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. നമ്മുടെ സേതുരാമയ്യർ CBIയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടപ്പോൾ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മജസ്റ്റിക് എത്തി. മജസ്റ്റിക്കിൽ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു എൻ്റെ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഓഫീസ്. ശ്യാമ ട്രാൻസ്പോർട്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടുന്ന് പിന്നെ നേരെ ബസ്സിലേക്ക് കയറി. 1:30-ക്കായിരുന്നു ബസ്. സ്ലീപ്പറായിരുന്നു ഞാൻ എടുത്തത്. അതിന് ഏകദേശം 2500 രൂപയായി. പിന്നെ ആ ഒരു ദിവസം ഫുള്ള് ഒരു 12 മണിക്കൂർ എടുത്തു നാട്ടിലെത്താൻ. പിറ്റേ ദിവസമാണ് എത്തിയത്. കടന്നും ഇരുന്നും ഉറങ്ങിയും ഒക്കെ സമയം കഴിച്ചു. ഇടയ്ക്ക് അവർ ഫുഡ് കഴിക്കാൻ നിർത്തിയിരുന്നു. തമിഴ്നാട്ടിൽ തന്നെയുള്ളൊരു ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ വീണ്ടും ഫുഡും കഴിച്ച് കയറി കിടന്നു. ഉറങ്ങി എണീക്കുമ്പോൾ അവർ തന്നെ വിളിച്ചു, ഇതാണ് നാളത്തെയെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.